ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ UK-യിലെ ലാസ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. ഇത് അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റായി. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന ദിവസം എടുത്ത വീഡിയോ. എയർപോർട്ടും പരിസരവും ഫ്ലൈറ്റിനകവും ഒക്കെയാണ്. പക്ഷേ എനിക്ക് കുറച്ച് തിരക്കുകളായത് കാരണം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റായി പോയി. അപ്പോൾ ഞങ്ങൾ 10 ദിവസത്തെ വിസിറ്റിന് ശേഷം മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് പോകുന്നു. കുട്ടികളെയൊക്കെ വിട്ടിട്ട് പോകുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും സച്ചൂട്ടൻ ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് റെൻ്റേ കാറായിരുന്നു ഞങ്ങളവിടെ എടുത്തിരുന്നത്. അതിൽ വിടാൻ വേണ്ടിയിട്ട് വന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് വേർപിരിയൽ എപ്പോഴും ഒരു സങ്കടമാണല്ലോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നു. മാഞ്ചസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുബായ് ടു ട്രിവാൻഡ്രം. Roundabout onto International Approach, then you will arrive at your destination. You have arrived. അതൊക്കെ പോയാൽ മതി കേട്ടോ. അങ്ങോട്ട് നീ അതുപോലെ വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കുന്നതൊക്കെ നാളെ കൊണ്ട് വണ്ടി കൊടുക്കുമായിരിക്കും അല്ലേ? ഇല്ല, ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ എയർപോർട്ട്. ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു. ഏകദേശം സമയമായി. ഞങ്ങളിവിടെ ഇങ്ങനെ വന്നു. ഇത് ആണ് എയർപോർട്ടിനകം. ഇതുവരെ ഓടുമായിരുന്നു കേട്ടോ, കാരണം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇറങ്ങി വരണമല്ലോ. പക്ഷെ ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ കുട്ടികൾക്കുള്ള ലെഷർ ഏരിയ ഉണ്ട്. നേരത്തേക്ക് വന്ന കുട്ടികൾക്ക് ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ ഇവിടെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് സമയമായി ശരിക്കും പറഞ്ഞാൽ. ഇനി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, കഴിക്കാം. എല്ലാം റെഡിയായി ഫ്ലൈറ്റിൽ കയറാൻ, നാട്ടിലോട്ട് വരാം. ഇന്ന് കയറി കഴിഞ്ഞാൽ നാളെ എത്തത്തുള്ളൂ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്നുകൊണ്ട് വിടാം. ഞങ്ങളങ്ങനെ ബോർഡിങ് തുടങ്ങി. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിലോട്ട് പോവുകയാണേ. താമസിച്ചു. ഇതാണ് മാഞ്ചസ്റ്റർ എയർപോർട്ട്. ഫ്ലൈറ്റ്സ് ഒക്കെ കിടക്കുന്നുണ്ടോ. ഇതാണ് മാഞ്ചസ്റ്റർ എയർപോർട്ട്. എമിറേറ്റ്സിൻ്റെ ഒരു വിമാനം അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഗേറ്റ്സ് 12 ആണ്. ഇനിയും കുറേ പോകണം. നമ്പർ 8 ആയതേ ഉള്ളൂ. ഇനി 4 ഗേറ്റും കൂടെ കടന്നു വേണം നമ്മുടെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. 8:50ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 8:30ക്കൊക്കെ കയറി തുടങ്ങുമായിരിക്കും. അതിന് മുന്നേ കയറി ബോർഡിംഗ് എന്ന് എഴുതി കാണിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നു. അത് ബിസിനസ് ക്ലാസ് കയറി പോകുന്ന ഡബിൾ ഡെക്കർ മുകളിൽ. We are going down actually. നമ്മൾ ആക്ച്വലി മുകളിലാണ് കയറിയത് കേട്ടോ. പക്ഷേ 50D ആണ് സീറ്റ്. അപ്പോൾ താഴോട്ട് ഇറങ്ങി നമ്മളെല്ലാവരും. ഇവിടെയൊക്കെയാണ് ഫുഡൊക്കെ വയ്ക്കുന്നത്. Okay. 15. Okay, this is our seat. 50D and E. You are E. Okay. So this is our seat. 50. ഞങ്ങളിങ്ങനെ മുകളിലത്തെ നിലയിൽ വന്നിട്ടാണ് താഴോട്ടുന്നത്. എനിക്ക് തോന്നുന്നു സോൺ പറഞ്ഞത് നമ്മൾ മാറിപ്പോയതാണ്. എന്തായാലും ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. മുകളിൽ പക്ഷേ ഭയങ്കര സംഭവം ഒന്നും പറഞ്ഞില്ല. മുകളിലൊന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കേൾക്കത്തില്ല. എന്തായാലും നമ്മൾ ചെയ്തു. ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്നില്ല, പക്ഷേ ആൾക്കാർ കുറവാന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ 50D എന്നുള്ള ഒരു സീറ്റിൽ വന്ന് നിന്നു.
ഇതിനകത്ത് എത്ര ക്യാബിൻ ക്രൂസ് ഉണ്ടെന്നറിയോ? കാരണം വലിയ ഫ്ലൈറ്റ് അല്ലേ, 2 നിലകളിലായിട്ട്. നല്ല ഇതിന് എത്ര ഒരു 500 പാസഞ്ചേഴ്സ് ഉണ്ടോ? എത്ര പാസഞ്ചേഴ്സ് ഉണ്ടാവും? 500 ആണോ? 550. അങ്ങനെ ഞങ്ങൾ വിൻഡോ സീറ്റിലാണെങ്കിൽ വന്നില്ലെങ്കിൽ വേറൊരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നു. അതിനിങ്ങോട്ട് ആൾക്കാരൊക്കെ വന്നത് അയ്യോ. അങ്ങനെ 7 hours ജേർണിക്ക് ശേഷം ഞങ്ങൾ ഇവിടെ ദുബായിലെത്തി. അപ്പോൾ ഞാൻ കണക്ഷനിലോട്ട് വന്നു. ദർശൻ പോയി, ഇവിടെ പോയി. കണക്ഷൻ വേറെ സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വന്നു. ഇപ്പോൾ 8:25 ആയി. അത് 8:35. അയ്യോ 8:40 ആകാൻ പോകുന്നു. 9:30ക്കാണ് ഫ്ലൈറ്റ്. ഏകദേശം ഗേറ്റിൻ്റെ അടുത്തെത്തി. ഇനി ഒരു അനദർ 4 hours ട്രിവാൻഡ്രം. അങ്ങനെ രാവിലെ തുടങ്ങിയ ജേർണി ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല. ഇപ്പോൾ ദുബായ് എയർപോർട്ടിലെത്തി. ഡ്യൂട്ടി ഫ്രീ ആണിത്. അങ്ങനെ ദുബായിൽ നിന്നും പറന്നുയർന്നു. ഇനി ഒരു 4 മണിക്കൂർ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്, ട്രിവാൻഡ്രത്തേക്ക്. ദുബായിയുടെ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത്. എങ്ങും വർണ്ണാഭമായ ലൈറ്റുകളാണ് കേട്ടോ, ഫുൾ ലൈറ്റാണ്. ഞാൻ വിചാരിക്കാറുണ്ട് ഇത്രയും ഇലക്ട്രിസിറ്റി അല്ലേ അവിടെ സ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഇനി അനദർ 4 hours ബോറിംഗ് ഇല്ലാതിരിക്കാൻ ഞാനൊരു ഫിലിം കാണാമെന്ന് വിചാരിച്ചു. എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫിലിം എല്ലാം അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്തിൻ്റെ ആകാശത്തിലെത്തിയിരിക്കുന്നു. ഇനി ഒരു 15 minutes കൊണ്ട് ട്രിവാൻഡ്രത്തിൻ്റെ മണ്ണിൽ തൊടും. നമ്മൾ ലാൻഡ് ചെയ്യും. അങ്ങനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാം. എല്ലാവരുടെയും സന്തോഷം ഒന്ന് കാണേണ്ടതാണ്. ട്രിവാൻഡ്രത്ത് എത്തിയെന്ന അനൗൺസ്മെൻറ്റ് വരുമ്പോഴത്തേക്കും രാവിലെ ആയിട്ടില്ല, ഒരു 3:30 ആയിട്ടേ ഉള്ളൂ. ഇനി ഒരു 1 hour എടുക്കും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ. ലഗേജ്